നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജേന്ദ്രൻ പറയുന്നുണ്ട് രാഖിയുടെ അടുക്ക, നീ ഒന്ന് ഇങ്ങോട്ട് വാ മോളെ, ഞാൻ അറിയാതെ നിന്നെ തല്ലിപ്പോയതാണ്, ഞാൻ രാജീവനിട്ടൊന്ന് പൊട്ടിക്കാൻ നോക്കിയതാണ്, നീ എൻ്റെ ഇടയിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോളെ, സോറി, കൊച്ചേട്ടനോട് നീ ക്ഷമിക്കുക, നീ ഒന്ന് ഇങ്ങോട്ട് വാ, അമ്മ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയാട്ടോ ചെയ്യുന്നത്, കൊച്ചേട്ടൻ എവിടെയാണോ അമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലാതെ ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുക, ഞാൻ എവിടെ ഒളിപ്പിച്ചിട്ടില്ല മോളെ, അമ്മേ നീയും കൂടെ വാ, എന്നാലേ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കൊച്ചേട്ടനെ ഒരുപാട് കവിളിൽ അടിച്ചിട്ടുണ്ട്, അതിന് പകരമായിട്ട് വലുതായപ്പോൾ കൊച്ചേട്ടൻ തന്നാന്ന് ഞാൻ കരുതിക്കോളാം, എന്നോട് ക്ഷമയൊന്നും പറയണ്ട, എന്തായാലും എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ രാഖി ഫോൺ വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ അമ്മിണിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഹോസ്പിറ്റലിൽ പോകുന്നത്, എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്നു. അമ്മിണിയമ്മ അറിയേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് രാഖി അങ്ങ് പോകാട്ടോ ചെയ്യുന്നത്. എന്നാലും എന്തായിരിക്കുമെന്ന് അമ്മിണിയമ്മ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് ജയരാമിൻ്റെ അടുക്ക് രാജേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അവളോട് വെറുതെ സോറി പറഞ്ഞതാ, എനിക്കൊരു കുറ്റബോധവും ഇല്ല അവളെ തല്ലിയതിൽ, അവളിങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾക്ക് അമ്മയെ കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ലല്ലോ, അമ്മയെ കണ്ടെത്തുന്നവരെ അവളെ പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുന്നു. എന്താ രാജ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റമുണ്ടായത്, ചേട്ടന് പൈസ വേണ്ട, അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു, എനിക്ക് പൈസ വേണം, അതുണ്ടാക്കാനായിട്ട് ഞാൻ ഏത് വഴിയും സ്വീകരിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി ഹോസ്പിറ്റലിൽ എത്തുന്നു. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, രാഖിയുടെ രോഗത്തെക്കുറിച്ച് വേറെ ആരോടെങ്കിലും പറയുന്നതല്ലേ നല്ലത്, അപ്പോൾ രാഖിക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല ഡോക്ടർ, ഞാനിത് ആരോയും അറിയിക്കത്തില്ല എന്നും, എനിക്ക് എൻ്റെ രാജീവേട്ടൻ്റെയും കുട്ടികളുടെയും സ്നേഹം ഇതുപോലെ തന്നെ തിരിച്ചു കിട്ടണമെന്നും, അതിന് അവരിത് അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറയുന്നു. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഡോക്ടറിനെ വിശ്വാസമാണെന്നും അതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയെന്നും രാഖി പറയട്ടോ ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ ഒന്നുമല്ല, രാഖി മരിക്കുമെന്നുള്ളത് രാഖി ഉറപ്പിച്ചു കഴിഞ്ഞു, പിന്നെ ഏത് ട്രീറ്റ്മെൻറ്റ് ആയാൽ എന്താണെന്നാണ് രാഖി ചിന്തിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ശ്രീചിത്രയിലേക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം, അവിടെ ഇതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയുക ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ, ഞാൻ ജീവിക്കുന്നിടത്തോളം അങ്ങ് ജീവിക്കട്ടെ, അതിനുശേഷം ഞാൻ സ്വസ്ഥമായിട്ട് അങ്ങ് മരിക്കട്ടെ, എനിക്ക് അത് മതി, അല്ലാതെ വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ടെന്ന് പറയുന്നു. എന്തായാലും ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു സാധ്യതയും ഇല്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഇനി അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പിന്നെ അപ്പോൾ ഉടനെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ, കീമോ മറ്റ് ചികിത്സകളും ഒക്കെ ചെയ്യാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ, എന്തായാലും ഞാൻ അധിക നാളൊന്നും ജീവിച്ചിരിക്കില്ല, അതിനു മുമ്പ് ഞാനിപ്പോൾ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളെ കണ്ടെത്തണം, എൻ്റെ കുടുംബത്തെ ഭദ്രമായി അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണം, അതുമാത്രമാണ് ചിന്തയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരതി അവിടെ ഇരുന്ന് സിസ്റ്ററിനോട് സംസാരിക്കുന്നത് കാണുക കേട്ടോ ചെയ്യുന്നത്. ആരതിയെ കാണുന്ന രാഖി ഒന്ന് ഞെട്ടുന്നുണ്ട്, എന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചേച്ചി സത്യങ്ങൾ മനസ്സിലാവില്ലെന്ന് കരുതിയിട്ട് രാഖി തിരിഞ്ഞു പോകാനായിട്ട് നോക്കുന്നു. ആരതി ഉടനെ രാഖിയെ കാണുന്നു, രാഖി എന്ന് വിളിക്കുന്നു. അപ്പോൾ രാഖിക്ക് നിൽക്കാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ രാഖി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ചേച്ചി എന്താ ഇവിടെയും ചോദിക്കും, ഞാൻ ചില മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ എന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട് ആരതി. അപ്പോൾ എനിക്കൊരു തലവേദനയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ, അതിന് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് എന്താ ടെൻഷൻ കൊണ്ടായിരിക്കും മോളെ നിനക്ക് തലവേദന, അപ്പം അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ് നിനക്ക് ടെൻഷൻ എന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. അമ്മയെ കൊച്ചേട്ടൻ എങ്ങോട്ടോ മാറ്റിയിരിക്കുക ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ആരതി പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, അമ്മയെ നിൻ്റെ കൊച്ചേട്ടനൊന്നുമല്ല മാറ്റിയത്, അമ്മയെ ഞാനാണ് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്, അതോർത്ത് നീ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. ചേച്ചി എങ്ങനെ അമ്മയെ മാറ്റിയെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആരതി പറയുന്നുണ്ട്, അമ്മയെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ ജീവന് ആപത്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് അമ്മയെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നിന്റെ കൊച്ചേട്ടൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നീ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരതി ആ നിർണായക തെളിവെടുത്ത് രാഖിയെ കാണിക്കട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ ലളിതാമ്മയോട് ചെയ്യുന്ന ക്രൂരതകളാണ് കേട്ടോ ആ വീഡിയോയിലുള്ളത്. അതായത് രാജേന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാം ഇഷ്ടദാനമായിട്ട് എൻ്റെ പേർക്ക് മാത്രമായിട്ട് നിങ്ങൾ എഴുതി തരണം, നിങ്ങളുടെ സ്വത്തുക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവകാശി, എങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഞാൻ നിങ്ങളെ അനുവദിക്കത്തുള്ളൂ എന്നൊക്കെയാണ് രാജേന്ദ്രൻ പറയുന്നത്. അങ്ങനെ ലളിതാമ്മയെ ഭീഷണിപ്പെടുത്തുക കേട്ടോ ചെയ്യുന്നത്. ഈ മുദ്രപത്രത്തിൽ നിങ്ങൾ ഒപ്പുവെക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളുടെയും ഒരേ ഒരു അവകാശി നിങ്ങളുടെ ഇളയ പുത്രനും മാനസപുത്രനുമായ ഈ രാജേന്ദ്രനാണെന്ന് കാണിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇതിൽ ഞാൻ എഴുതി ചേർക്കും, അതിലാണ് നിങ്ങൾ ഒപ്പുവെക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടെ ഇട്ട് കൊല്ലുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ രാഖി ഇതെല്ലാം കണ്ട് ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ്റെ മറ്റൊരു മുഖമാണ് അവിടെ കാണുന്നത്. രാജേന്ദ്രൻ്റെ എല്ലാ ചതിയും ആരതി വെളിച്ചത്ത് കൊണ്ടിരുന്ന സീനാണ് കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ട് മാത്രമാണ് രാഖിക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ രാഖി അത് വിശ്വസിക്കത്തില്ല. അപ്പം ലളിതാമ്മ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ
മറ്റു മക്കളോട് ആലോചിക്കാതെ ഇതൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, നിനക്ക് മാത്രമായിട്ടൊന്നും തരാനായിട്ട് പോകുന്നില്ല, എങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്നും പറയുന്നു. കൊച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് രാഗി ചോദിക്കാട്ടോ ചെയ്യുന്നത്. നിന്റെ കൊച്ചേട്ടൻ ഇതെല്ലാം എൻ്റെ അപ്പുറവും ചെയ്യും. അങ്ങേരുടെ മുഖം മൂടി ഞാനിപ്പോൾ പീച്ച് ചീന്തിയത് നിന്റെ മുമ്പിൽ. ഞാൻ ഈ തെളിവോടുകൂടിയല്ല നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇതൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു. നിന്റെ കൊച്ചേട്ടൻ ജീവനാണെന്ന് കരുതി നീ ഇപ്പോഴും ഇരുന്നേനെ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, ആരെ വിശ്വസിച്ചാലും അയാളെ വിശ്വസിക്കരുത്. അയാൾ സ്വത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും രാഗിയെ നോക്കുന്ന ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ഡോക്ടറിൻ്റെ വൈഫും ആരതിയും തമ്മിൽ നല്ല ബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ആരതിയെ പരിചയമുണ്ട്. ആ ആരതി എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ രാഗി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം രാഗി അപ്പോൾ അവിടുന്ന് എസ്കേപ്പ് ആവുക ചെയ്യുന്നത്. കാരണം ഇനി എൻ്റെ അസുഖത്തെ പറ്റി അറിയണ്ട, ഞാൻ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു. എന്നിട്ട് ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് ഡോക്ടറും ആരതിയും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആരതിയോട് കൺസൾട്ടിംഗ് റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറയുന്നു. അപ്പോൾ തന്നെ രാഗിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, എല്ലാം ഇന്ന് ഡോക്ടർ ആരതി ചേച്ചിയോട് പറയുമെന്നും തൻ്റെ രോഗത്തെക്കുറിച്ച് ചേച്ചി അറിയുമെന്നും മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ ആരതി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്. രാഗി ഡോക്ടറിൻ്റെ പേഷ്യൻ്റാന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നിയായിരുന്നു, എന്താണ് ഡോക്ടർ രാഗിയുടെ അസുഖം എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, ഞാനും ഇത് ആ രാഗിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയണമെന്ന് വിചാരിച്ചാണ്. രാഗിയുടെ മനസ്സിൽ ഇപ്പം മരിക്കുമെന്നൊരു ചിന്ത മാത്രമാണ്. അത് ആ നിരാശ മാറ്റിയെടുക്കണമെങ്കിൽ മറ്റൊരാളും കൂടി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റിനും അത് സഹായിക്കുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. എന്താ ഡോക്ടർ പറ്റി മാത്രം ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ആരതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, രാഗിക്ക് ബ്രെയിനിൽ ഒരു ട്യൂമറാണ് ഉള്ളതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആരതി ഞെട്ട് കേട്ടോ ചെയ്തത്. ട്യൂമറോ? അതെ, ട്യൂമറാണെന്ന് പറയുന്നു കേട്ടോ ചെയ്യുന്നത്. ഇത് സഹിക്കാനായിട്ട് ആരതിക്ക് സാധിക്കുന്നുമില്ല കേട്ടോ. അപ്പം ഒരു ചികിത്സയില്ലേ, ചികിത്സയുടെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. രാഗിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മോഡേൺ മെഡിസിനിൽ ഇതിനെ വേണ്ട ആധുനിക ചികിത്സാ രീതികളൊക്കെ ഉണ്ടല്ലോ എന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ട്, പക്ഷെ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കുറവാണ്. ഇനി 1 വർഷം മാത്രമേ ഇനി ഈ രോഗം ബാധിച്ചവർ ജീവിച്ചിരിക്കത്തുള്ളൂ. ചില സന്ദർഭങ്ങളിൽ 4-5 മാസം മാത്രമേ രോഗികൾ ജീവിച്ചിരിക്കാറുള്ളൂ. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. അല്ല, മരുന്നും മറ്റ് മെഡിസിനും ഒന്നും കൊണ്ട് സാധിക്കില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആരതി. ഒന്നാമത്തെ കാര്യം, രാഗി അതിനൊന്നും സഹകരിക്കുന്നില്ല, ഒന്നും വേണ്ട എന്നാണ് പറയുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗിയാണ് രാഗി എന്നും പറയട്ടോ ചെയ്യുന്ന ഡോക്ടർ. ഇത് കേൾക്കുന്ന ആരതി പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് ചേച്ചി ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് രാഗി ചോദിക്കുമ്പോഴത്തേക്കും രാഗിയുടെ കയ്യിൽ കയറി പിടിച്ച് കരയാട്ടോ ചെയ്യുന്ന ആരതി. അപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ അടുക്ക രാഗി പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തിനാ ഡോക്ടർ എൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ മറ്റാരും അറിയരുതെന്ന്. രാഗി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. രാഗിയുടെ രോഗത്തെക്കുറിച്ച് ഒരാളെങ്കിലും അറിയിക്കണം, അതെൻ്റെ കടമയാണ്, അതാണ് ഞാൻ ചെയ്തതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. വേണ്ട, ആരും അറിയണ്ട, ആരോടും ഇനി പറയാനായിട്ട് പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ അറിഞ്ഞു, അത്രമാത്രം മതി. ഇനി ആരോടെങ്കിലും ഈ വിവരത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല. ഞാൻ അതിനു മുമ്പ്, ഈ ദൈവം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവൻ ഒടുക്കുമെന്ന് എല്ലാവരോടും ഭീഷണി മുഴക്കാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ആരതിയും ഞെട്ടുന്നുണ്ട്, ഡോക്ടറും ഞെട്ടുന്നുണ്ട്. രാഗി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതായത് രാജീവൻ ഭർത്താവ് ഈ വിവരം അറിയുന്നതല്ലേ ഏറ്റവും നല്ലത്, അവരുടെ സപ്പോർട്ടും കൂടെ കിട്ടത്തില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, എനിക്ക് എൻ്റെ രാജീവേട്ടനെയും കുട്ടികളുടെയും സ്നേഹം ഇതുപോലെ തന്നെ വേണം. ഞാനൊരു രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം എനിക്ക് വേണ്ട. അവരെയൊക്കെ ഞാൻ സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് താനെന്നും. അതുവരെ ഞാൻ ഇങ്ങനെ തന്നെ പൊക്കോളാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഗി തീർത്തും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അസുഖത്തെ പറ്റി ഒരാൾ പോലും അറിയരുത്, അറിയാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ ഉണ്ടായി ഞാൻ ജീവനോട് ഇരിക്കില്ല എന്നും പറയുന്നു. പിന്നീട് ആരതിയാണെങ്കിൽ രാഗിയെ പുറത്തേക്ക് കൊണ്ടുപോകാട്ടോ ചെയ്യുന്നുണ്ട്. അവരൊരു കോഫി ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, മോളെ നിൻ്റെ മനസ്സിൽ നിന്ന് നീ മരിച്ചു പോകുമെന്നുള്ള ചിന്ത മാറ്റ്. ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്, നീ അതിന് തയ്യാറാവുമെന്ന് പറയുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല ചേച്ചി, 5% ആളുകൾ മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ രക്ഷപ്പെടത്തുള്ളൂ. ആ 5%-ലല്ല ഞാനുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയിട്ട് ഒരു കഥയില്ലാന്ന് പറയും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മോളെ? നീ ഇങ്ങനെ ചിന്തിക്കാതെ നല്ല ആത്മവിശ്വാസം നിൻ്റെ മനസ്സിന് കൊടുക്ക്, നമുക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാമെന്ന് ആരതി പറയുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ 8-10 വർഷമൊക്കെ ജീവനോടെ ഇരിക്കുമെന്നും പറയുന്നു. അതിന് രാജീവേട്ടൻ ഈ വിവരങ്ങളെല്ലാം അറിയണ്ടേന്ന് രാഗി ചോദിക്കുന്നു. രാജീവിനെ അറിയിക്കാതെ പറ്റില്ലല്ലോ എന്ന് ആരതി പറയുമ്പോഴത്തേക്കും അല്ല, പറ്റില്ല, രാജീവേട്ടൻ ഈ വിവരങ്ങളൊന്നും അറിയാൻ ഇടവരരുത്. രാജീവേട്ടനെ കുട്ടികളെയും എനിക്ക് സ്നേഹിക്കണം, അവരും എന്നെ തിരിച്ച് സ്നേഹിക്കണം. അതിന് ഞാനൊരു രോഗിയാണെന്നുള്ള പരിവേഷം എനിക്ക് വേണ്ട, അത് ഞാൻ ആരെയും അറിയിക്കത്തില്ല. ചേച്ചി ആരോടും ഇത് പറയാനും പാടില്ല എന്ന് പറഞ്ഞു. നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ, നിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കേണ്ടെന്ന് ചോദിക്കുന്നു. എൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ചേച്ചി, എനിക്കറിയാം എന്ത് വേണമെന്ന്. രാജീവേട്ടനെയും കുട്ടികളെയും സുരക്ഷിതമായൊരു കൈകളിൽ ഞാൻ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ആരുടെ കൈകളിൽ നിന്ന് ചോദിക്കാട്ടോ ചെയ്യുന്ന ആരതി. ഞാൻ ഒരാളെ തേടിക്കൊണ്ടിരിക്കുക, ആരെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശാരികയാണെന്ന് പറഞ്ഞു. ശാരികയോ എന്നിങ്ങനെ ആരതി ചോദിക്കുന്നു. അതെ, ശാരികയ്ക്ക് എൻ്റെ കുട്ടികളെയും എൻ്റെ രാജീവേട്ടനെയും ഞാൻ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും
കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുമെന്നും ഞാൻ മരിച്ചു പോയാലും അവരോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും പറയുന്നു. നീ എന്ത് ഭ്രാന്തൊക്കെയാ മോളെ ഈ പറയുന്നതെന്ന് ആരതി ചോദിക്കുകയായിട്ട് ചെയ്യുന്നത്. ഭ്രാന്തല്ല, യാഥാർത്ഥ്യമാണ് ചേച്ചി പറയുന്നതെന്ന്. ഞാൻ ശാരികയെ തേടിയുള്ള യാത്രയിലാണെന്നും ശാരികയെ ഞാൻ കണ്ടെത്തി രാജീവത്തിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരികയും എൻ്റെ കുട്ടികളെയും രാജീവേട്ടനെയും ശാരികയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്നേക്കുമായി യാത്രയാവുന്നു. ആ നിമിഷം എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമെന്നും പറയുന്നു. നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ആരതി ചോദിക്കുന്നുണ്ട് കേട്ടോ. യാഥാർത്ഥ്യമാണ് ചേച്ചി പറയുന്നതെന്നും അവൾക്ക് മാത്രമേ ഈ ലോകത്ത് എൻ്റെ കുട്ടികളെയും രാജീവേട്ടനെയും സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് രാഗി തറപ്പിച്ച് പറയാട്ടോ ചെയ്യുന്നത്. പക്ഷേ ശാരികയുടെ വയറ്റിൽ വളരുന്ന രാജീവിൻ്റെ കുഞ്ഞാണെന്നാണ് രാഗി വിശ്വസിക്കുന്നത്. പക്ഷേ അത് രാജേന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് അറിയുന്ന നിമിഷം ഉണ്ടാകുന്ന മാറ്റവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.